നമുക്കിന്ന് വാള് പറയാൻ എന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രാസംഗികന്മാർ ഇങ്ങോട്ട് വരും. വാള് ജാമ്പൂരിയാണ്, വാള് ആഘോഷമാണ്, വാള് ഉത്സവമാണ്. ഒരു ദിവസം ഈ പറയുന്ന ആളുകളൊക്കെ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു ദിവസം പ്രസംഗിക്കുന്നതിന് 50,000-ഉം 1,00,000 രൂപയും ഫീസ് വാങ്ങുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ 50,000-ഉം 1,00,000-ഉം ഫീസ് വാങ്ങി പ്രസംഗിച്ച് ഇവിടെ എന്ത് മതമാണ് പഠിപ്പിക്കുന്നത്? അതിൽ നിന്ന് എന്ത് മതമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ആളുകളുടെ കീശ വീർക്കുമെന്നല്ലാതെ ആ വാളുകൊണ്ട് ഇവിടെ എന്ത് സാംസ്കാരികമായ മാറ്റമാണ് ഉണ്ടായത്? ഒരു പള്ളി ദർസിൽ 6-7 വർഷം ഓതിപ്പടിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സാദിഖലിക്ക് ഒരുപക്ഷെ അത് ചോദിക്കാൻ കഴിയില്ല. ആ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് എന്റെ ആ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എന്ത് റസൂൽ എന്ത് ഇസ്ലാമാണ് ഈ 50,000-ഉം 1,00,000-ഉം 2,00,000-ഉം ഫീസ് കൊണ്ട് ഈ മതപ്രഭാഷണ ആഘോഷങ്ങൾ ജാമ്പൂരികളായി നടത്തുന്നത് കൊണ്ട് ഇത് ആർക്ക് എന്ത് ഗുണം? എന്റെ നാട്ടിൽ നിന്നാണ് എല്ലാം കെട്ടിയിറങ്ങിയിട്ടുള്ളത്, എന്റെ സുഹൃത്തുക്കളും തന്നെയാണ്. അങ്ങനെ 50,000 രൂപ കൊടുത്ത് നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് എന്ത് ഇസ്ലാമാണ് നിങ്ങൾ പഠിക്കുന്നത്? ആ കേട്ട പ്രസംഗങ്ങൾ നിങ്ങൾ ആ പ്രാസംഗികർ ഒരുപക്ഷെ മതപ്രസംഗികരായിരുന്നില്ല എങ്കിൽ നല്ല മിമിക്രി ആർട്ടിസ്റ്റുമാരായിരുന്നേനെ. അതിന്റെ കണ്ടന്റിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കുക. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ മനസ്സൊന്ന് കൊടുക്കുക ഈ പ്രസംഗങ്ങളുടെ കണ്ടന്റിലേക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മതപഠനം എവിടെയോ വെച്ച് വഴിപിഴച്ചു പോയിരിക്കുന്നു. അതിന് ഉത്തരവാദി ഈ പാവപ്പെട്ട ഉസ്താദക്കന്മാരെയും മുസ്ലിയാക്കന്മാരെയും മൗലവിമാരെയും സംഘടനകളുടെയും മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. അതിന് ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ്. എന്താണ് ഈ ഉസ്താദന്മാർ വന്ന് നിന്ന് പ്രസംഗിക്കുന്നത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കിസ്റ കൈസർ ചക്രവർത്തിയെ കിടുകിട, ഞാൻ അതേ ശൈലിയിൽ തന്നെ പറയട്ടെ, കിസ്റ കൈസർ ചക്രവർത്തിമാരെ കിടുകിട വിറപ്പിച്ച ഖലീഫ ഉമറുണ്ടല്ലോ, അദ്ദേഹം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പനയോലയുടെ മുദ്രകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിയുമായിരുന്നു. മരിക്കുന്നത് വരെ 2 നേരത്തെ ആഹാരം അദ്ദേഹം പൂർണ്ണമായി കഴിച്ചിട്ടില്ല. ആരാണാള്? അന്നത്തെ 2 വൻശക്തികളായ റോമൻ സാമ്രാജ്യത്തെയും പേർഷ്യൻ സാമ്രാജ്യത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു പുതിയൊരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തതിന്റെ ചക്രവർത്തി. മരിക്കുന്നത് വരെ അദ്ദേഹം 3 നേരം ആഹാരം കഴിച്ച ഒരു ദിവസവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വന്ന് പ്രസംഗിച്ചു പോകുന്ന ആ മനുഷ്യൻ പ്രസംഗം തീർന്നിട്ട് 1,00,000 രൂപയുടെ കവർ പോക്കറ്റിലേക്ക് വാങ്ങിയിട്ട് 50,00,000 രൂപയുടെ കാറിൽ കയറി ഏതാണ്ട് 15,000 രൂപയുടെ സ്യൂട്ട് റൂമിൽ പോയി താമസിക്കുന്നു. നിങ്ങൾ പറയുന്ന ഇസ്ലാം ഇതല്ല. ഈ ഇസ്ലാം നമുക്ക് ഇവിടെ വെച്ച് നിർത്തേണ്ട കാര്യമാണ്. ഈ ഇസ്ലാമുമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതല്ല ഇസ്ലാം. നിങ്ങൾ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിനെ തിരിച്ചു പിടിക്കേണ്ടത് എന്റെ ഈ അനുജന്മാരും അനുജത്തിമാരുമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇത്തരത്തിലുള്ള ജാമ്പൂരികളിൽ പോയി നിങ്ങൾ ഇസ്ലാം പഠിക്കരുത് എന്ന വിനീതമായ ഒരു അഭ്യർത്ഥന വളരെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുണ്ട്, പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തി